ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുള്ള രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒന്ന് എണ്ണയിൽ മുക്കി പൊരിക്കാത്തതും പിന്നെ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ മുട്ട ബജ്ജീൻ്റെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജ്ജീൻ്റെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കുക. ആദ്യം തന്നെ ബ്രെഡ് എഗ് പബ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഇപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ട് തന്നെ 6 സവാള എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക. നിങ്ങൾ അത്യാവശ്യം വലിയ സവാള ആണെങ്കിൽ ഒരു 3 സവാള എടുത്താലും മതി. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയിട്ടെടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സവാള വേഗം തന്നെ ഒന്ന് വാടിക്കിട്ടും. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ നിറച്ചും തന്നെ ഒരു പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഒന്നേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേനെ. നിങ്ങളിഷ്ടത്തിന് പച്ചമുളക് ചേർക്കുക, മുളക് പൊടി ഒഴിവാക്കിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ പബ്സിൻ്റെ മസാല ഒന്ന് സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പം നമ്മളെ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ബ്രെഡ് എടുക്കുക. ഞാൻ ഇപ്പോൾ 3 മുട്ടക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. 3 മുട്ടക്ക് ഏകദേശം 6 എണ്ണം നമുക്ക് ഇതിലേക്ക് ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് 12 സ്ലൈസ് ബ്രെഡ് എടുക്കുക. നമ്മൾ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ 2 സ്ലൈസ് ബ്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിന് എന്നൊരു ബൗളെടുത്തിട്ട് നമ്മൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈദ ബാറ്റർ തയ്യാറാക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് ഒട്ടിക്കാണ്ട മൈദ പശ റെഡിയായി. ഇനി ഞാൻ 3 മുട്ട പുഴുങ്ങിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഒരു മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിന്. ഇനി നമുക്ക് നമ്മളെ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ 2 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെക്കുക. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക. ഞാൻ ഏകദേശം 2 ടീസ്പൂൺ അളവിൽ ഫില്ലിങ്സ്, ആ ഉള്ളി മസാലയില്ലേ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ബ്രെഡ് കുറച്ച് വലുതാണ് എടുക്കുന്നെങ്കിൽ അങ്ങനെ ആ രീതിക്ക് ചേർത്ത് കൊടുക്കുക. എത്രയാണോ ക്വാണ്ടിറ്റി പറ്റുന്ന അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ബ്രെഡ് പൊടിഞ്ഞു പോകുന്ന ബ്രെഡെല്ലാം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് ഉപയോഗിക്കുക. അല്ല നല്ല പുതിയ ബ്രെഡെല്ലാം ആണെങ്കിൽ ഇതേപോലെ ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് ബ്രൗൺ പാർട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ്. പൊടിഞ്ഞു പോകുന്ന ബ്രെഡ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ബ്രെഡെല്ലാം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഞാൻ മസാലയും പിന്നെ നമ്മൾ ഒരു സ്ലൈസ് പുഴുങ്ങിയ മുട്ടയും കൂടി വെച്ചുകൊടുത്തിന്. ഇനി നമ്മൾ ആ ബ്രെഡിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് ഈ മൈദ പശ ഒന്ന് പരട്ടി കൊടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ബ്രഷോ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ഫില്ലിങ് വെച്ച് ആ ബ്രെഡിൻ്റെ മുകളിൽ നിന്ന് മറ്റേ ബ്രെഡ് ഒന്ന് വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അതങ്ങ് അവിടെ നല്ലോണം തന്നെ ഒന്ന് ഒട്ടിക്കിട്ടും. ഞാൻ പറഞ്ഞ പോലെ പുതിയ ബ്രെഡാണെങ്കിൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അതേപോലെ നിങ്ങൾ പൊടിഞ്ഞു പോകുന്ന ബ്രെഡാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് ചെയ്യുക. അടിപൊളി തന്നെ ചെയ്യാൻ കഴിയും. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക. ഒരുപാട് മൈദ ആക്കൊന്നും വേണ്ട. ജസ്റ്റ് മറ്റേ സ്ലൈസിൻ്റെ മുകളിൽ 4 ഭാഗത്തൊന്ന് ഒട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മൈദ പശ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പതിയൊന്ന് പ്രസ്സാക്കാം. അപ്പോൾ അവിടെ തന്നെ നമുക്കിതൊന്ന് ഒട്ടിക്കിട്ടും. എന്നെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഇപ്പം 6 സ്നാക്കാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് 3 മുട്ടനെ കൊണ്ട്.
അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചിട്ട് വെച്ചിനി. ഇനി ഇതിലേക്ക് വേണ്ട കോട്ടിങ് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. നമ്മളിത് എണ്ണയിൽ മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മുട്ടയും 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, എരിവ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ട്, മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് മുട്ടയിലും എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ മുട്ടയും പാലും എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത്. നിങ്ങൾ പാല് ചേർക്കുന്നില്ലെങ്കിൽ അതിലേക്ക് എക്സ്ട്രാ ഒരു മുട്ടയും കൂടി, അതായത് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു മുട്ടയും പാലും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ ഒഴിവാക്കിയിട്ട് 2 മുട്ട എടുക്കാം. അതിന് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുക. പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. പശു നെയ്യ് ഇല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ മുട്ട മിക്സിലോട്ട് നമ്മളെ ബ്രെഡിൻ്റെ സ്നാക്ക് ഒന്ന് ഡിപ്പാക്കിയിട്ട് നമ്മളെ പാനിലോട്ട് വെച്ചെടുക്കുക. ഈ പാല് മുട്ടയിലേക്ക് ചേർക്കുമ്പോൾ ബ്രെഡിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും, പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ട് ആ പാല് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മുട്ട വലിച്ചടിക്കുകയും ചെയ്യില്ല. പാല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അഥവാ പാല് ഇല്ലെങ്കിൽ 2 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പാനിലേക്ക് വെച്ച ഓരോ സ്നാക്കും ഒന്ന് തിരിച്ചിട്ടെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്കിതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ ഇത്? നമ്മൾ എണ്ണയിലൊന്ന് മുക്കിപ്പൊരിക്കാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ, പബ്സെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വന്നിനി. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്കിത് സെർവ് ചെയ്യുമ്പം ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ ഈ സ്നാക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഫില്ലിങ്സും അതേപോലെ തന്നെ നമ്മൾ എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്തതുകൊണ്ട് ഒരുപാട് എണ്ണയുമില്ല. നമ്മൾ ഗീ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഗീന് നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്നാക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത സ്നാക്ക് നല്ലൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു മുട്ട ബജിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കിയിട്ട് വെക്കാം. അതിനായിട്ട് ഒരു ബൗള്, ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള തന്നെ ചേർത്ത് കൊടുക്കുക. ചെറിയ സവാള ആണെങ്കിൽ ഒരു 2 എണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ നിറച്ചും തന്നെ നമ്മളെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/4 to 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയില്ല, നമ്മളെ പത്തിരിപ്പൊടി അല്ലെങ്കിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. മൈദൻ്റെ പകരം നിങ്ങൾക്ക് കടലപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ അല്ലെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നത് കാണിക്കാൻ വിട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന രീതിക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഈ മാവ് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും. ഇനി ഈ സ്നാക്ക് ഞാൻ 2 മുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അതിനായിട്ട് 2 മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് എടുത്തിട്ട് 1 മുട്ട 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് 2 മുട്ടയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി 10 മിനിറ്റിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ആക്കിയിട്ട് നമ്മൾ ഈ മസാല ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ആ മുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാം, കവർ ചെയ്തിട്ട് എടുക്കാം. ഈ സമയം തന്നെ നമുക്കൊരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. നമുക്ക് ഈ
പൊട്ടിയ ആ പാടനെ നമുക്ക് ഈ സ്നാക്ക് ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഇതാ സ്നാക്ക് ഞാൻ ഉരുട്ടിയെടുത്തിന്. ഓയിൽ അവിടെ തന്നെ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിന്. എന്നെ ഓരോ ഉരുട്ടിയ സ്നാക്കും ഈ കടായിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പം നമ്മൾ ഇത് വേഗം തന്നെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് ഉൾഭാഗം ഒന്ന് കുക്കാണ്ട് കിട്ടും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കളർ ചേഞ്ചായി ഉൾഭാഗിലൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് എണ്ണ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം. ഈ സ്നാക്കിൽ നമ്മൾ കോൺഫ്ലവറും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറേ ടൈം ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം നമ്മൾ ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അതിനുശേഷം മാത്രമേ ഇത് സോഫ്റ്റായി പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് മുമ്പ് ഇതൊന്ന് കഴിക്കുന്ന കുറച്ച് മുമ്പ് ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടും പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നമ്മളെ ഉള്ളിവടയൊക്കെ പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ 2 സ്നാക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനിയും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.